അനഘപടവാദ്യഘോഷങ്ങളോടും മാനമുൾക്കൊണ്ട് മഗധാധിപൻ പുറപ്പെട്ട് മധുരാപുരി ചുഴം വളഞ്ഞിതബ്ദി പോലെ യാദവന്മാരും ഏറ്റവും ഉൾപേടി പൂണ്ട നേരം യാദവപതി കൃഷ്ണൻ പേടിയായി എന്ന് ചൊന്നാൻ കാരണപുരുഷനായിടുന്ന കൃഷ്ണനുള്ളിൽ കാരണാത്മാവ് കൊണ്ട് പൂർവവൃത്താന്തമൂർത്താൻ കാരണാത്മാവായി പുരുഷോത്തമനാകുന്ന ഞാൻ കാരുണ്യവശാൽ കാലാവസ്ഥാതി ഗുണങ്ങളാൽ ജതനായതിൻ മൂലമെന്തെന്നാൽ ഭൂഭാരത്തെ ചെയ്തിടും ദുഷ്ടനൃപരാധിയെ വധം ചെയ്ത് ഭൂമിഭാരത്തെ തീർത്ത് ധർമ്മരക്ഷയും ചെയ്ത് സമൂഹം ശിഷ്ടന്മാരെ പരിപാലിപ്പാനല്ലോ ആകയാൽ മഗധനും കൊടയും വരുന്നതും ആകവേ മുടിച്ചെന്റെ കാര്യവും സാധിച്ചിടാം ആയതുകൊണ്ട് യുദ്ധം ചെയ്ത് ഞാൻ അക്ഷൗണിയാകവേ നശിപ്പിപ്പൻ എന്നുള്ളിൽ നിശ്ചയിച്ചങ്ങിരിക്കും നേരം മഗധാധിപനുടെ പടവരന്നു വന്ന് മധുരാപുരി പൊക്കുവനെ മഗധാജ്ഞാസാലൻ കലിംഗൻ ഛേദിവനും ഏകവാൻ ദണ്ഡവക്രത്തിൻ്റെയും വിഡൂരതൻ ബലവാനുലൂകനും വേണുദാർശനും ശൈബ്യൻ മലിയറ്റീടുന്നൊരു ദുർമരൻ ഇത്യാദികൾ മധുരാപുരിയുടെ പൂർവ്വതാരത്തിൽ നിന്ന് മാധവൂരത്തിന്റെ ദക്ഷിണഭാഗത്തിങ്കൽ വിന്ദനും അനുവിന്ദൻ നരകൻ വിരാടനും സന്നാഹ വീരനേത്രൻ വീരനേകലവ്യനും മാഹീകനും വചനാധീശ്വരൻ എന്നിവരൊരുമിച്ച് നിന്നിരു യാദവന്മാർ വനവും പാർത്തുവാർത്ത പൗണ്ഡ്രകൻ മൃഗക്ഷത്രൻ ശല്യനും യുധാജിത്വം പാണ്ഡിത്യം രണത്തിങ്കലേറിയ ഭൂരിശ്രവാരുഗ്മിയും ധ്രുവൻ സുദക്ഷിണനും ഇത്യാദികൾ തിഗ്മ സൈന്യങ്ങളുമായി പശ്ചിമദ്വാരത്തിങ്കൽ ധ്രുവതൻ ശിശുപാലൻ ത്രികർത്തൻ ജയദ്രഥൻ കപടമേറിയിടുന്ന ശകുനി സോമദത്തൻ കണിന്ദൻ ജരാസന്ധൻ എന്നിവരെല്ലാവരും ഗണങ്ങൾ ഒരുമിച്ചിട്ടുത്തരധാരത്തിങ്കൽ സമുദ്രം ഭൂമണ്ഡലം വളയുന്നത് പോലെ സമർത്ഥ നൃപന്മാരും മഗധ നൃപൻ താനും മധുരാപുരി ചുഴന്നിങ്ങനെ സിംഹനാദവാദികം ശംഖധ്വനി ഭൈരവഭേരിധ്വനി മറ്റുമിങ്ങോരോതരം കൊടികൾ കൊടിക്കൂററ്റമില്ലാതെ കാലാൾ തന്നുടെ നിലവിളി എന്നിവ കൊണ്ട് ഭൂമി കുലുങ്ങി തുടങ്ങിനാൾ അന്നേരം യുഗാന്തേഷു മേഘങ്ങളെന്ന പോലെ പിന്നെയും സമുദ്രങ്ങൾ പോലെയും ഘോരഘോരം മനവാരിപൂലം ഇളകിയതോരോതരം മനസ്സ നിശ്ചലന കൃഷ്ണനും ഇളകിയില്ല മഗധാധിപ ശൃഗാലാദികൾ ഘോഷങ്ങളാൽ മൃഗരാജന തുല്യ വിക്രമമൂർത്തിയായ മാധവനേതുമിളകാതെ രാമനോടിതം ആദിഭൂമിനു തീർപ്പാനുള്ളൊരു വഴികളെ ഗൂഢമായ അറിയിച്ചിത നേരം മനക്കാമ്പിൽ ഗൂഢപാതിശാംശജനേറ്റവും മോദം പൂണ്ട് നിൽക്കുമ്പോൾ അമ്പലത്തിൽ നിന്നിതു വന്നിതു തേരും അർക്ക തേജസ് വെല്ലും ചക്രാദ്യായുധങ്ങളും ഒക്കെ വന്നത് കണ്ട ഏതു രാജാജ്ഞയോടും പുഷ്കരേക്ഷണൻ താനും രാമനും ഒരുമിച്ച് തേരനിൽ കരയേറി യുദ്ധ സന്നദ്ധന്മാരായി പാരാതെ യദുക്കളുമൊക്കവേ ഒരുമിച്ച് യുദ്ധകോലാഹലേ നദിക്കും തിരക്കി അങ്ങൂത്തരന്മാരായി വയലീനരായി പുറപ്പെട്ട് കൃതവർമാവും ഉടൻ ഉദ്ധവൻ ഇത്യാദികൾ അതിവിക്രമം കൊണ്ട് കൃഷ്ണന് ഒരുമിച്ച് പൂർവഗോപുരത്തോടെ പുറത്തു പുറപ്പെട്ട് പൂർവികൻ ഉഗ്രസേനൻ മൃദുവും വിമൃദുവും പിന്നെ യസുദാമാവും
ഹരിയും ഒരുമിച്ചു സന്നാഹത്തോട് തെക്കേ ഗോപുരം പുറപ്പെട്ട് സത്യഗീകതൻ പ്രസേനനും അംഗക്രൂരനും സത്യപുരുഷൻ ഹരിജനോട് ഒരുമിച്ച് പശ്ചിമദ്വാരത്തോടെ ശത്രു സംഹാരം ചെയ്യുവാൻ നിശ്ചലന്മാരായി പുറപ്പെട്ടിത് കോലാഹലാൽ ഗോവിന്ദൻ മഹാതേജോമയമാം രഥത്തോടും സാരഥിയായി മേവും ദാരുകനോടും കൂടി രാമനും ഒരുമിച്ചു കേവലം ജഗദീശൻ താമസ രക്ഷോഗണനാശന സംഘധ്വനിപൂരേണ പുറപ്പെട്ട് വടക്കേ ഗോപുരത്തോട് ഓരോരോ വഴിക്ക് പോയൊളിച്ചാട്ടൈക്യവംശം ഏകനായി ബഹുവായിട്ടിരിക്കും കൃഷ്ണൻ. 4 ഗോപുരത്തൂടെ 4ആയി തീർന്നതെന്തത്യത്ഭുതം. തേരനിലേറി വന്ന മാധവരാമന്മാര് പരാഗ നോക്കിക്കൊണ്ട് ചെയ്യ മാഗധന്മാരും പിന്നെയുണ്ടായ യുദ്ധവൈദഗ്ധ്യം ചൊല്ലിയിടുവാൻ എന്നാലെ എഴുതല്ലിന്നൊട്ടു ചൊല്ലാമതും രാമകൃഷ്ണന്മാരൊരുമിച്ചതിശോഭയോടും ആമയഹീനം വന്ന നേരത്തു നിർവചനം ഗോപീന ബാണഗണവർഷവും തുടങ്ങിന ഗോവിന്ദരാമന്മാരും അവണ്ണം പുരലിത തേരുരുൾ നിനാദവും സിംഹനാദങ്ങളാലും ഘോരമാം ശംഖധ്വനിപൂരമാരാവത്താലും പാരിടം ഇളക്കിയ ശത്രുക്കൾ ഹൃദയങ്ങൾ ഓരോരോ തരം ഭയപ്പെട്ടിക ഭ്രമിച്ചത്. പൂർവഗോപുരദ്വാരേ യാദവ വീരന്മാരും ഗർഭിതന്മാരാം ശത്രുവർഗവും ഒരുമിച്ച് 4 ദിനം ഒരുപോലെ സംഘരം ചെയ്ത് യാദവ വീരത്തേക്ക് പുറത്തും അതുപോലെ അവരദ്വാരിവില്ലാളികളാം യദുക്കളും അവനീ കുലുങ്ങുമാർ അങ്ങനെ യുദ്ധം ചെയ്ത് മറ്റുള്ള യാദവന്മാർ രാമകൃഷ്ണന്മാരോടും തെറ്റെന്ന് ഉത്തരവാകെ നിന്ന് യുദ്ധവും ചെയ്താർ. പിന്നെയും രാമകൃഷ്ണന്മാരെയും നോക്കിക്കൊണ്ട് മന്ദഹാസവും ചെയ്ത മാഗധന്മാരും ഹേ കൃഷ്ണ നരാധമാ നിന്നോട് യുദ്ധം ചെയ്യുവാനാകന്ത നമുക്ക് ചെയ്യില്ലെന്ന് മാഗധന് ചൊല്ലിനാൻ. ബലനല്ലോ കൃഷ്ണ നീ അതുമൂലം നല്ലതായി വരാൻ നമ്മൾ യുദ്ധം ചെയ്വത് കഷ്ടം. രാമനും ഞാനുമായിട്ടൊട്ടൊരണം കൊള്ളാം. കോമള നിന്റെ ദേഹം മച്ചരേർ ഭിന്നമായി പോരും ശൂരത വാക്കു ചൊന്ന നിൻ പൗരുഷവും നേരെ ഞാനൊട്ടറിയുമെന്ന് മാധവൻ ചൊന്നാൻ. ഇത്തരം കൃഷ്ണവാക്യം കേട്ടൊരു ജരാസുതൻ ക്രുദ്ധനായി മഹാബല സൈന്യ സാരഥിയുധം മതഹസ്തീന്ദ്രൻ പോലെ രാമകൃഷ്ണന്മാരോട് യുദ്ധവും തുടർന്നത്. മാഗധനതു നേരം ദിക്കുകൾ ദിവി സൂര്യൻ താനും ഭൂരേണു കൊണ്ടു മറഞ്ഞു ചമഞ്ഞത്. വൈരികൾ തമ്മിലേറ്റ് നിറഞ്ഞ രോഷമോടെ മധുരാപുരി തന്റെ ഗോപുരങ്ങളിൽ സമാശ്രിതങ്ങളായി പട ഗോവിന്ദൻ തന്റെ സൈന്യം മാഗധ സൈന്യത്താലെ അസ്ത്രവർഷങ്ങൾ കൊണ്ട് പീഡിക്കുന്നത് കണ്ട് സത്വരം മാധവനം തേരതി ശീഘ്രം കൂട്ടി യുദ്ധവും തുടങ്ങിനാൽ. രാമനും അതുപോലെ ബദ്ധവൈരേണ സമരത്തിനായി ഒരുമ്പെട്ട് ദേവാസുരാദികളാൽ പൂജ്യനായി മിന്നൽ പോലെ കേവലം ശോഭിക്കുന്ന ചക്രഖഡ്ഗാദ്യായുധം ഒക്കെ ധരിച്ചു വില്ലുകളും ഞാൻ വലിച്ചു വിക്രമമായ ശരമെടുത്തു തൊടുത്തിത്. ബാണസഞ്ചയം പ്രയോഗിച്ച് വാരണരസേനകളെയും നശിപ്പിച്ച് കൊള്ളിമീൻ പോലെ വിളങ്ങും ചക്രമത് ശോഭിച്ചു കാണുന്നിത്. വിളങ്ങും ചന്ദ്രതുല്യ തേജസായി മഹാരവപൂരിതമായി ദൈത്യവർഗ ഭീഷണമായി ഇരിക്കും പാഞ്ചജല്യം വിളിച്ചോ ഭഗവാനും. അതിൻ്റെ രവപൂരാൽ ദുഷ്ട മന്നവഹതം യദുക്കൾ സകലരും ഏറ്റവും മുദിതരായി
പാഞ്ചജന്യത്തിൽ ധ്വനിക്കേണ്ട മന്നവരെല്ലാം ചഞ്ചലഹൃദയരായി ഭീതരായി വിറച്ചത് യാദവരാജൻ താനും വൈരി സൈന്യങ്ങളെയും ആയുധം കൊണ്ട് യുദ്ധം ചെയ്തേറ്റം ഒടുക്കിനാൻ മധുരാപുരി തന്റെ ഗോപുരേ ചുഴലവം യുദ്ധത്തെ ചെയ്തു നിൽക്കും നൃപന്മാർ തമ്മെയെല്ലാം യാദവ വീരന്മാരും നിന്നിച്ചുരണം കൊണ്ട് യാദവപതി കൃഷ്ണൻ ചൈത്യന്റെ വിൽ മുറിച്ചാൻ വത്സിച്ചോ ചൈത്യന്താനും അടുത്തു കൃഷ്ണനോട് വത്സ നില്ലടാ കൃഷ്ണ നില്ലെന്നടുത്താൻ അന്നേരം മുകുന്ദനുമേറിയ ബാണങ്ങളെ നന്നായി വർഷിച്ചിതു. പിന്നെയും ചൈത്യൻ തന്റെ ധനുസ്സു മുറിച്ചപ്പോൾ ചൈത്യനും സിംഹനാഥാൽ പിന്നെയും 5 ശരം ക്രോധിച്ചു പ്രയോഗിച്ചാൻ. മാധവ സാരഥിയെ പിന്നെയും 10 ബാണം മധുസൂദനന്മേലും എഴുതിയത് അത്യുഗ്രമായി അസ്ത്രങ്ങൾ അതു തടുത്തേറ്റവും ബലത്തോടും ഉത്തമൻ കൃഷ്ണനപ്പോൾ മാനിച്ചു ചൈത്യനോട് ചൊല്ലിനാടോ ചൈത്യാദി ബലവാനത്രയും ഇല്ല സംശയം, അതുകൊണ്ട് ദുർബുദ്ധേ കാണുക എന്നുടെ ധനുഷ്പ്രയോഗങ്ങളെണ്ണത്തിങ്കൽ എന്നു മാധവൻ അരുൾ ചെയ്തു. കേട്ടതു നേരം മന്നവന്മാരെല്ലാരും എതിർത്ത് അകടുത്തിത് നന്നായി ബാണങ്ങളാൽ ഘോരമായി രണം ചെയ്ത് മാധവൻ അവർകളെ പ്രത്യേകമയ്യഞ്ചായി ബാണങ്ങൾ തന്നാൽ രഥസേനയെ പ്രയോഗിച്ചു. 3 ശരത്താലെ മർമ്മങ്ങൾ തന്നിലത് വന്മത നൃപന്മാരേകമാം ശരം കൊണ്ട് വക്ഷസി പ്രയോഗിച്ചു. മാധവൻ പിന്നെ നന്നായി തീഷ്ണമാം അസ്ത്രം ത്രിശം ദൂരോരോ നൃപന്മാരിൽ അയച്ചു ഛേദിച്ചിത് 30 നൃപന്മാരെ ആയത് കൊണ്ട് ചൈത്യഭൂപനും മുകുന്ദന്റെ നേരെ വന്നെടുത്തപ്പോൾ ധനുസ്സും കണ്ണിച്ചിട്ട് പാരാതെ 3 ശരം കൊണ്ടവൻ തേർക്കൊടിയും കുടയും ഛേദിച്ചിട്ട് മാധവൻ 10 ശരം ഉടനെ ചൈത്യാംഗത്തിൽ സമസ്തം കൽപ്പിച്ചിട്ട് അയച്ചിതാതു നേരവസ്ത്രങ്ങൾ അരികൾ തൻ കായത്തെ ദഹിപ്പിപ്പതിനും ഉജ്ജ്വലിച്ചടുക്കുന്നു. ചക്രവും അതുപോലെ ജ്വലിച്ചു തേജോമയം വിക്രമമോട് ശുഷ്കപത്രേഷു വന്നി പോലെ രിപുവൃന്ദത്തെ ദഹിച്ചങ്ങനെ നടക്കുന്നു. രിപുക്കൾ തന്റെ കണ്ടേ കരികൾ തന്റെ കണ്ടേ സേനകൾ തമ്മേ രഥമെന്നിവയെല്ലാത്തെയും പിന്നെ ദിനമെന്നിയെ ഖണ്ഡിച്ചകത്തും പുറത്തുമായി ഭേദമെന്നിയെ സൂര്യജ്യോതിസായി വിളങ്ങിയിട്ട് താനേ സഞ്ചരിക്കുന്നു മാധവ സുദർശനം. കൽപ്പാന്തകാലമേകവർഷവൽ മുകുന്ദനും ശില്പമാമസ്ത്രങ്ങളാൽ ഘോരമായി വർഷിക്കുന്നു. കൽപ്പാന്തേ മേഘനാദം പോലെ മാധവ ധനുസുൽപ്പന്നജ്ഞാനാദമാമിടിത ധ്വനികളും കൽപ്പാന്ത പവനനാൽ വൃക്ഷപത്രങ്ങൾ പോലെ കുപ്രഭോജനങ്ങളാം അരിവൃന്ദങ്ങളെല്ലാം കൽപ്പാന്തകാലെ ഗിരിമുകളിൽ നിന്നും വെള്ളം എപ്രകാരത്തിൽ വരും അതുപോൽ ശത്രുക്കൾ തന്മേനിയിൽ നിന്നു രക്തവാരിയും പരക്കുന്നു. ഘോരമായിരണം നേരിട്ടിങ്ങനെ മുറുകുന്നു. സീമയില്ലാതെ രിപുവൃന്ദങ്ങൾ മരിക്കുന്നു. സീമയില്ലാതെ ജനം നിന്നുടൻ എതിർക്കുന്നു. വില്ലുകൾ ശരങ്ങളും വാളുകൾ പരികങ്ങൾ നല്ലൊരു ഗതകളും വേലുകൾ ചുരികകൾ ചക്രങ്ങൾ ശതഗ്നികൾ കുന്തങ്ങൾ മുസലങ്ങൾ മുഷ്കരമായ മറ്റോരോരായുധജാലം കൈക്കൊണ്ട് നരവധി സേനകൾ എതിർക്കയും ഉൾക്കുരുന്നിങ്കൽ ഭീതിയെ മരിക്കയും ജീവിതാശയും വിട്ടുപാഞ്ഞു പാഞ്ഞടുക്കയും
കേവല മൂർത്തികൃഷ്ണൻ കൊന്നൊടുക്കയും ഇരുക്കളായുള്ളവർ പേടിച്ചു മാറുകയും ചോരയും പല വഴി ഉഴയായൊലിക്കയും നില്ലടാ നില്ലെന്നാങ്ങുടൻ അടുക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടേതു പോവോ വീണിട്ടു മരിക്കുകയും നല്ലൊരു വീര സ്വർഗം ബുക്കുടൻ സുഖിക്കുകയും നല്ലൊരു ഗതായുദ്ധ സമർത്ഥരായ ജനം നല്ലൊരു കടങ്ങളെ തച്ചുടയ്ക്കുന്ന പോലെ കരികൾ രഥം ഇവർ തച്ചുടൻ പൊടിക്കുകയും ശരങ്ങൾ കൊണ്ടു കിളർന്നിട്ട് അട്ടഹാസിച്ചു ചിലർ അട്ടഹാസിക്കും അതേ ജീവനും വിട്ടുപോകും ദുഷ്ടരായി രുഷരായി പിന്തിരിഞ്ഞു നിന്നെതിർക്കുന്നു ചിലർ സങ്കരൻ കാണികൾക്ക് കണ്ണുകൾ മറുകുന്നു സങ്കരൻ കണ്ട് കൊണ്ടാടുകയും പുകഴ്ത്തിയും ഇന്നിതു പാർത്താൽ മകനാരിവൻ ദുഷ്ടനെന്ന് നിന്ദിച്ചു പറയുന്നു കാണികളായ ചിലർ സ്വർഗവാസികൾ കണ്ട് സന്തുഷ്ടരായിടുന്നു മഗധാധിപടയൊക്കെയും മരിച്ചിട്ട് രക്തമാം അമ്പുതിയും പരന്നു ശോഭിക്കുന്നു രക്തവാരിധി തന്നിൽ ചത്തൊരു സേന മത്സ്യമായി കല്ലുകളായി നക്രമായി ശംഖമായി തത്സമം ഇടകലർന്നതിൽ രത്നങ്ങളായി ചത്തൊരു ജനത്തിന്റെ വീരഭൂഷണങ്ങളും എത്രയും കേശങ്ങളാം ചന്തിയും പൂർണ്ണമല്ല വാരിധി തന്നിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ട് വാരിധിയായ രക്തജലത്തിലെന്നേ വീണ്ടും സൈന്യനാശത്തെ കണ്ടു കോപിച്ചു ജരാസന്ധൻ മനനായി രഥമേറിച്ചെന്നു രാമനുമായി തമ്മിലുണ്ടായ രണം എത്രയും അത്യത്ഭുതം വന്മല തമ്മിൽ പോലെ ഹസ്തികളെന്ന പോലെ തങ്ങളിൽ ഗതായുദ്ധമെത്രയും ചെയ്തു പോരം മകലൻ രാമൻ താനും മകതൻ താനുമായി മകതൻ ഗത കൊണ്ട് രാമന്റെ വക്ഷസിങ്കൽ തുങ്കമായി ഊങ്ങിയൊന്ന് തച്ചിത് ക്രോധത്തോടെ രാമനും അത് തട്ടി പിന്നെയും യുദ്ധം ചെയ്ത് മകതൻ താനും കുറഞ്ഞിടാതെ പൊരുതിത് പിന്നെയും ഗതായുദ്ധശ്രാന്തനായി മഗധനും ചെന്നുടൻ വില്ലെടുത്ത് ശരങ്ങൾ തൂകിയിടിനാൻ രാമനും അത് നേരം ചീരത്താൽ രഥത്തെയും സീമയില്ലാത്ത രുഷ പൊടിച്ചു കളഞ്ഞിട്ട് രാമനും മകനെ പിടിച്ചു കെട്ടിക്കൊള്ളുവാനായിട്ടു തുടങ്ങുമ്പോൾ കൃഷ്ണനും രാമനോട് ചൊല്ലിനാൻ കൊന്നീടല്ല ഇവനെ നാം ഇപ്പോഴേ കൊല്ലാതെ വിട്ടാൽ ഇവൻ മൂലമായി മറ്റുമുള്ള ദുഷ്ടരാം നൃപന്മാരും പടയും വന്ന് നമ്മോട് ഒട്ടേറ്റം യുദ്ധമുണ്ടാം അപ്പോൾ ഞാൻ സൈന്യങ്ങളാൽ ഭൂമിഭാരമാം മറ്റു ദുഷ്ടന്മാരെയും കൊല്ലാം താമസമന്യേ ഇപ്പോൾ മാഗധം വിട്ടയക്ക ഇത്തരം കേട്ടു രാമൻ മാഗധം വിട്ടയച്ചു സത്വരും മാഗധനും മാനം കെട്ടങ്ങു പോയാൻ വാനവന്മാരാൽ പൂജ്യനായി മാധവൻ താനും വന്ദിതരായ കൃഷ്ണാദികളാം യദുക്കളും മടങ്ങിപ്പോയി മധുസൂദനൻ തന്നാൽ വിട്ടിട്ടുടനെ തന്റെ പുരം ചെന്നു മുക്കിത് പിന്നെ മണികൾ നൃപരെല്ലാം മനഹീനത കൊണ്ട് യഥവ കുമാരൻ മൂലമായി നാമെല്ലാം ശത്രുക്കളായി വന്നതും കർമ്മബന്ധം എന്നിവ നിരൂപിച്ചു ദുഃഖിച്ചു പോയിടിനാൻ അമ്പരൻ തന്നിൽ നിന്ന് ദേവകൾ സന്തോഷിച്ച് നിർമ്മലന്മാരാൻ രാമകൃഷ്ണന്മാരെയും ഏറ്റം സ്തുതിച്ച് പുഷ്പവർഷം ചെയ്തതുമേറ്റുകൊണ്ട് മതിമോഹന നൃത്തഗീതവാദ്യാദിയോടും യുദ്ധത്തിൽ ജയിച്ചൊരു വീരഭൂഷണധനം ബദ്ധമോദത്തോടൊക്കെ എണിപ്പിച്ചാഘോഷത്താൽ ചെല്ലുന്ന നേരം രാജ്യനഗരവാസി ജനം കല്യാണമോട് മാറ്റിക്കൊടിതോരണത്തോടും എതിർത്തു വന്നു സർവാലങ്കൃതയെ പൂജിച്ചപ്പോൾ മതിബോധേന പൗരജനത്തെ കടാക്ഷിച്ചു അതിഘോഷങ്ങളോടും ചെന്ന് യാദവരാജൻ പാദത്തിൽ ബഹുധനം സമർപ്പിച്ചത് വിഭൂ യദുരാജനുമേറ്റം ആനന്ദത്തോടുകൂടി യാദവപതി ജഗന്മംഗലൻ കൃഷ്ണൻ തന്നെ ബഹുമാനിച്ചു ചിത്തെ മാധവരാമന്മാരും ബഹുമോദേന ഏതു വൃന്ദവും ഒരുമിച്ച് നന്നായി വാഴുന്ന നാൾ
പിന്നെയും 3 മാസേ ബലിയായി മഹാരഥനാകിയ നൃപൻ വന്ന് പുലരുന്നതിന് മുമ്പേ പത്മങ്ങൾ വിടരുമ്പോൾ ജയിച്ചുകൂടാത്തൊരു പടയും വാദ്യഘോഷാൽഹയങ്ങൾ ഗജങ്ങളും രഥവും ഏറ്റമായി മഗധ നൃപൻ വൃത്തവ്യൂഹമായി ഘോരാരവാൽ മഗധ കുലജാതി വ്യൂഹം ഒരുമിച്ച് മധുരാപുരി വന്നു വളഞ്ഞ് വരിതിവൾ അധുന പടപ്പരന്നേടിന പുലർകാലേ കേൾക്കടോ നൃപാസേന പെരുത്തുകൊട്ടമിട്ട് മുഷ്കരന്മാരാം രഘുസൈന്യങ്ങൾ തേരിലേറി കുതിരമേലുമാനമേലുമായി നിൽക്കും മധ്യേ പീതവസ്ത്രവും ധരിച്ചങ്ങനെ യഥോപതേ പടമധ്യത്തിൽ പ്രവേശിച്ചതു നേരം നൃപ പടവ്യൂഹത്തെ കണ്ട് ഹനിച്ചാർ ചിലരെല്ലാം ഓട്ടമായത് ചിലർ അടികൂട്ടിനാർ ചിലർ മുട്ടിനാർ ചിലർ കാലും കരങ്ങൾ പോയി ചിലർ കൈകാലും തുടത്തോളും മുറിഞ്ഞു ചിലർക്കെല്ലാം ഉൾക്കാമ്പൽ ക്രോധത്തിനാൽ നേത്രങ്ങൾ ചമപ്പിച്ച് വാഹനാദികളിൽ അങ്ങേറിനാർ ചിലരെല്ലാം വേഗത്തിൽ നിദ്രാനാശം ചെയ്തതു മൂലമായി ചിത്ത വൈരവും ഉണ്ടായി ഏറ്റം എന്നതേ വീണ്ടു എത്രയും പരാക്രമന്മാരായ രിപുക്കളെ സത്വരം അടിച്ചടിച്ചേറ്റവും പൊടിയാക്കി നൃപവൃന്ദങ്ങൾ സേനാനാശം കണ്ടിട്ട് യുദ്ധം സാവധാനവുമാക്കി കാടകമ്പുക്കാർദിലൻ ഗോവിന്ദൻ ഒരു രഥമേറി ചെന്നതിൻ മധ്യേ പാപികളായ നൃപ വൈരിവാരിതിപുക യുദ്ധസന്നദ്ധനായി വൈരികളായി കൊണ്ട് ഉദ്ധരന്മാരാം യുദ്ധസന്നദ്ധ നൃപന്മാരെ പലരെ കൊല ചെയ്ത് രാമനും ബഹുസൈന്യബലത്താൽ മഗധന്റെ പടയ വളഞ്ഞിട്ട് മഗധൻ തന്നെ പിടിച്ചടിച്ചു മർദ്ദിച്ചത് വീര്യനാം ശിനീസുതൻ ദക്ഷിണദ്വാരത്തോടെ പാതാത എന്ന് ഘോര യുദ്ധവും ഉണ്ടായി വന്നു. പിന്നെയും മത്സ്യരൂപമാളവ ചേരി കുരുപാഞ്ചാല കേരളനെ കണിന്ത കുന്തളനെ അവന്തികാശികാന്താരനെ സൃഞ്ജേനെയും കലിംഗ കേകേനെ ആനന്ദശാർണനെ അംഗസൈന്ദവനാദി ത്രികർത്തൻ ഇത്യാദിയാ മന്നവന്മാരെല്ലാം വിളിച്ചു വഴിപോലെ പടയാമക്ഷൗഹിണി 23 കൂടി മഗധന്മാരെയൊക്കവേ അതിക്രമ്യ വച്ചിമതുക്കു നോക്കിപ്പോയി ഭൂപാലന്മാർ തന്നശം മാതംഗ രഥനായക ജനത്തെയും എല്ലാമേ ആകർഷിച്ചിടുന്നു. പിന്നെയും മേന്മേൽ നല്ലൊരു മധുരെ തടുപ്പാനായിക്കൊണ്ട് യമുനാതടത്തിങ്കിൽ ശോഭിച്ച നൃപരോടും സമരചതുരാം പടസൈനികത്തോടും സുതമാഗത വന്നി വൃന്ദവ്യൂഹങ്ങളോടും നാദപത്രാദിയോടും വസിച്ചു വൈരിജനം സത്യപിതാനും നൃപന്മാരുമായി പിണങ്ങിയിട്ട് അങ്ങേത്രയും ഏറ്റവും ധനം പിടിച്ചു പറിക്കുന്നു. യുദ്ധസന്നാഹോദ്യമം മാഗധ സേനാജനം മെത്തഘോഷേണാകേട്ട നേരം ഇത്തരമൂർത്ത മാധവൻ ബലനോടും വസുദേവോദ്ധവാദി സേനകളോടും രണത്തിനായി വരവെന്നാർ ആദിത്യനുദിച്ചപ്പോൾ മാധവൻ യദുവീരരാതിയെ വിളിച്ചിട്ട് പടയെ 3 അംശമായി പകത്ത് ബലനെയും ബലന്റെ സേനയോടും മാഗധൻ തന്നെ നോക്കി വാമമം മാർഗെ വിട്ട് ശൈലേയൻ തന്നെ പിന്നെ വിപ്രതു ഉദ്ധവനെ സേനയുമായിട്ടുടൻ ദക്ഷിണമാർഗത്തൂടെ കൃഷ്ണനും കതിപയ ജനവ്യൂഹവുമായി ഉഷ്ണാംശുതുല്യതേജോ യുധനായി മഗധന്റെ നേരെ ചെന്നിത് മഗധാധിപൻ ബഹുസേന വാരിധിയോടും യമുന തടത്തിങ്കൽ നന്നായി വസിച്ചു തന്റെ സൈന്യം രക്ഷിച്ചു നിൽക്കും വിധോ വസുദേവന്റെ വരവെങ്ങനെ കണ്ട നേരം സേനകൾ ഭയപ്പെട്ടു മണ്ടിനാ വേഗം. അപ്പോൾ സാത്യകിതാനും പഞ്ചയോജന മഗധനെ സൈന്യത്തെ കൂടെ ജയിച്ച ത്രിതുല്യങ്ങളായ വാരണങ്ങളെ കൊന്നു വിദ്രുതം ഗജരഥ തുരകഭൂഷണങ്ങൾ
കൊടികൾ ഛത്രാദികൾ ഇത്തരം ബഹുവിധം വടിവോടാവോളം അങ്ങെത്രയും വേഗമോടെ എടുത്തുകൊണ്ടുപോന്ന ബലഭദ്രനും മകരാധിപ സൈന്യദ്രവ്യം പലതുമാവോളം ഇങ്ങടക്കി വിജയിയായി യദുരാജന് കൊണ്ടുവന്നിട്ട് കൊടുത്തത് യഥവപതി കൃഷ്ണൻ തന്നോടും മടങ്ങിയിട്ട് മഗധൻ പരവശനായിട്ടു ബലിസുതം കാണാനായി കൊണ്ടുപോയി ശോണിതപുരം ഒക്കെ ബാണനെ കണ്ടു ചെന്നാൽ എന്നുടെ രാജ്യം സൈന്യം ഭീമമാംഗജങ്ങളും ഭൂഷണാദികളെയും ഹസ്ത്യശ്വര്യപത്തി സമസ്തത്തെയും എന്തേ യുദ്ധേ വന്നിട്ട് വിഷ്ണു കൊണ്ടുപോയിതങ്ങെന്ന് മാഗധൻ ബാണൻ തന്നെ കേൾപ്പിച്ചോരനന്തരം മാഗധൻ താനും ബാണൻ തന്നോട് മിത്രത്വമായി സൽക്കാരഭോജനാദി സുഖങ്ങൾ പൂണ്ട് തൃപ്തിയ ഉൾക്കാമ്പിൽ മുദിതനായി മാഗധൻ പറഞ്ഞത് ദാനവപതേ കേൾക്ക ദുർവിനീതന്മാരായി മാനവുമില്ലാതെ അധാർമികന്മാരായിരിക്കും ഗോപന്മാർ രാത്രിയിൽ പ്രാഭവം കൊണ്ട് ഗജമാതിയായ രഥം അശ്വദ്രവ്യങ്ങൾ ബഹുധനമൊക്കെയും കൊണ്ടുപോയി മറ്റുള്ള നൃപജനമൊക്കെയും ഒക്കെയും എനിക്കേറ്റം തുണയും ചെയ്തു പോരും ദാനവപ്രഭോ നീയും കൂടി മത്സഹായത്തെ ദീനമെന്നിയെ ചെയ്യുക വേണമെന്നതു കേട്ട് ബാണനും മാഗധനും ഒന്നിച്ചിട്ടന്തനിശി പ്രാണസംഹിതരായി പോയിരുന്ന അനന്തരം ബാണനും മാഗധന്റെ കൂട്ടരെ എല്ലാരെയും മാഗധനെയും ഏറ്റം മാനിച്ചു സൽക്കാരവും ചെയ്തിട്ട് സ്നാനവസ്ത്രഗന്ധ ഭോജനാദികൾ ആയതും ചെയ്യിപ്പിച്ച് മാഗധനാദികളായ മന്നവന്മാരാൽ പരിവൃതനായി സിംഹാസനം തന്നിൽ അങ്ങിരുന്നവൻ വീണ്ടും വൃത്താന്തമോർത്ത് ബാണനും പറഞ്ഞത് മഗധ നൃപ കേൾക്കാം പ്രാണസംഹിത സത്യമായി ഇത് ചൊല്ലുന്നു ഞാൻ എന്നുടെ രാജ്യധന സൈന്യങ്ങൾ സമസ്തവും നിന്നുടെ അധീനമാണില്ല സംശയമേലും എന്നുടെ രാജ്യമെന്നും നിന്നുടെ രാജ്യമെന്നും ഭിന്നത്വം നമുക്കില്ല രണ്ടു മൂന്നെന്നു കാണുക ഇത്തരം ബാണൽ പറഞ്ഞങ്ങനെ മാഗധനും അസ്ഥികൾ 60,000 ലക്ഷം ജതം തുരകം 100,000 പിന്നെയും 100,000 തുരകമത് മനോവേഗത്തിനൊത്തതെല്ലാം എത്രയും മായാവികൾ ജനത്തിൽ സമർത്ഥരായി ദൈത്യന്മാർ ബാണ തുല്യമുള്ളവർ 300 പേർ പല്ലക്ക് പലവിധ കൊടികൾ ഛത്രങ്ങളും വല്ലവുമുള്ള മറ്റു ദിവ്യ വസ്തുക്കൾ വാദ്യം ശയ്യകൾ ഭണ്ഡാരങ്ങൾ ആസനാദിയും നൽകി വീര്യമന്ത്രികളായ കുംഭാന്ത കൂപകർണന്മാരെയും കൂട്ടേ ഇവരെല്ലാമേ ബലിസുതൻ വീരനാം മകനോടൊന്നിച്ചു നിയോഗിച്ച് മന്നവാം കേൾക്ക കൂപകർണനും കുംഭാന്തനും ഒന്നിച്ച് ദേവാസുരതുല്യമാം യുദ്ധവും ചെയ്താൽ യാദവന്മാരോട് അതും കേൾക്ക ശോണിതപുരേ മോദേന വാഴും മഗധാധിപർ മറ്റുമുള്ള ഭൂപതിവരന്മാരും ഒന്നിച്ചു പുറപ്പെട്ട് മേദിനി ഇളകുമാറുള്ളൊരു പടയോടും ചെന്നിന് ത്രിശം ദിനം കൊണ്ട് മാധവപുരി ചെന്നവർ ഗോപുരങ്ങൾ മതിലും കൊടിമരം എന്നിവയെ ഉപവനം ഉദ്യാനം ഇത്യാദികൾ ഭിന്നമാക്കിനാശിലാവൃക്ഷാദി മുസലത്താൽ കുന്തത്താൽ കുടാരത്താൽ ചുരുക്കു കുന്താണിയാൽ അന്തരം വരുത്തിനാർ രാജ്യത്തിൽ സമസ്തവും രാമകൃഷ്ണന്മാരേവമറിഞ്ഞു ശീഘ്രമായി സീമയില്ലാത്ത പടസേനയും കൂട്ടിക്കൊണ്ട് ആയുധധരന്മാരായ യുദ്ധസന്നദ്ധന്മാരായ ആയാസമോട് തേർലേറിക്കൊണ്ട് തത്തത് സജകീകൃതവർമ്മ ഉഗ്രസേനാദികളും ചിത്തചാഞ്ചല്യം വിട്ടിട്ടേവരും ഒരുമിച്ച് മരുതാദികളോട് യാദവ വീരന്മാരും ഹിരിയാവണ്ണം ദൃഢം ചെയ്തത് പലതരം മായായുദ്ധങ്ങൾ കണ്ട് മായാമാനുഷൻ കൃഷ്ണൻ മായാ നാശന വിജ്ഞാനാസ്ത്രമായ പൂണ്ട് സാത്യകീകൃതവർ